എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അപ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് SLC കുട്ടികളുടെ 6ാമത്തെ ചാപ്റ്ററായ ട്രിഗ്ണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്ന ചാപ്റ്റർ ആയിരുന്നു. അതിലെ ഫസ്റ്റ് ടോപ്പിക്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ടോപ്പിക് ആംഗിൾസ് ആൻഡ് സൈഡ്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ 102ാമത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ മക്കളെ, നമ്മുടെ ആ പേജ് നമ്പർ 102 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഷോൺ ബിലോ. താഴെ തന്നിരിക്കുന്ന 2 പാരലോഗ്രത്തിൻ്റെയും ഏരിയ കാണുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ 2 സബ് ക്വസ്റ്റ്യൻ പോലുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ പാരലോഗ്രത്തിൻ്റെ ഏരിയ ആണ്, ഇതിൻ്റെ ഏരിയ ആണ്. അവിടെ ഏരിയ ഓഫ് പാരലോഗ്രത്തിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ ഓർമ്മ ഉണ്ടായിരിക്കും. ഏരിയ എന്താണ്? ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നല്ലേ, ബി ഇൻറ്റു എച്ച് എന്നല്ലേ, അതാണ് പാരലോഗ്രത്തിൻ്റെ ഏരിയ. അപ്പം ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാ, ബേസ് അറിയാം, ബേസ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് അറിയത്തില്ല. ഹൈറ്റ് എങ്ങനെ വരയ്ക്കുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനാണ് നമ്മൾ ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടുന്ന് വേണമെങ്കിൽ അങ്ങോട്ടും വരയ്ക്കാം, രണ്ടും ഹൈറ്റ് തന്നെയാണ്. ഇതാണ് പാരലോഗ്രത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ആ ഹൈറ്റ് വരച്ചപ്പോൾ അവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ശ്രദ്ധിക്കണം. അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റുന്നത്. ഹൈറ്റൂടെ കിട്ടിയാൽ ബേസായി, ബേസ് 4 ആണ്. ഇനി ബേസിലോട്ട് നോക്കണ്ട, ഹൈറ്റൂടെ കിട്ടിയാൽ ഏരിയ സിമ്പിളായിട്ട് കാണാം. ഇതാണ് ഹൈറ്റ്. ആ ഫിഗറിലോട്ട് മാത്രം ശ്രദ്ധിച്ചാൽ 45 ഇവിടെ എത്രയാണ്? ഇത് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി? 90 ആണ്. 45 90 വന്നാൽ ബാക്കി ഇവിടെ എത്ര വരും? 45 അല്ലേ? 45 90 വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, 45 90 വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ അവിടെ 90യുടെ ഓപ്പോസിറ്റ് 2 ആണിത്. ഇങ്ങനെ മാറ്റി വന്ന് നമ്മളിങ്ങോട്ട് വരച്ചാൽ, ഫിഗർ മാറ്റി ഇപ്പുറത്തോട്ടൊന്ന് വരച്ചാൽ 90, ഇവിടെ 45, ഇവിടെയും 45. 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. 90യുടെ ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ നമുക്ക് 45ൻ്റെ ഓപ്പോസിറ്റുള്ള കണ്ടുകൂടെ. 45ൻ്റെ ഓപ്പോസിറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആയില്ലേ? എങ്ങനെ കാണുന്ന 45 90യോടുള്ള കണക്ഷൻ എങ്ങനെയാടാ? 45 90 വന്നിട്ട് 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 2 ആണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് തന്നാൽ എങ്ങനെയാണ് 45ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് കാണുന്നത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് വരും. അതിൽ വിശദമായിട്ട് നല്ല വൃത്തിക്ക് നമ്മൾ പറയുന്നുണ്ട്. അതാണ് ആ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്തും ഉണ്ട്. കാരണം അത് നല്ല ബേസായിട്ടുള്ള ഇതിൻ്റെ കൺസെപ്റ്റുകളെല്ലാം പറയുന്നതാണ്. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് തന്നാൽ 45ലേക്ക് വരണമെങ്കിൽ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ √2. എന്നാൽ ഈ നമ്പറിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2/√2. പുറത്തോട്ട് വരുമ്പം ഇവിടെയും ഈ 45ൻ്റെ ഓപ്പോസിറ്റ് 2/√2 ആണെങ്കിൽ ഇവിടെയും 2/√2. അപ്പോൾ 2/√2 രണ്ടിടത്തും കിട്ടി. വേണമെങ്കിൽ ചെറുതാക്കാം. ഇവിടെ 2നെ എങ്ങനെ മാറ്റാം? 2/√2നെ ചെറുതാക്കുന്നത് എങ്ങനെയാടാ? 2/√2നെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. 2/√2 എന്ന് പറഞ്ഞാൽ 2/√2 എന്ന് പറയുന്നത് 2നെ മാറ്റാൻ പോവാണ്. ഒരു നമ്പറിനെ റൂട്ട് ആ നമ്പർ ഇൻറ്റു ആ നമ്പർ എന്ന് തന്നെ എഴുതാം. ഇപ്പം √2 ഇൻറ്റു √2 എന്ന് എഴുതാം 2ന്. കാരണം √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു 2 √4 ആണ്. √4 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. 2നെ നമുക്ക് എങ്ങനെ മാറ്റാം? സ്പ്ലിറ്റ് ചെയ്യാം. √2 ഇൻറ്റു √2 ബൈ √2. √2 ക്യാൻസൽ. ബാക്കി ആൻസർ എത്ര? ഇതിൻ്റെ ഉത്തരം √2 എന്ന. ഇവിടെ 2 തന്നെ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം √2 എന്ന. അപ്പോൾ ഇവിടെയും √2. ഇതിനെ കട്ട് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറാണ് √2. അപ്പം ഹൈറ്റ് കിട്ടി. ഹൈറ്റ് നമ്മുടെ √2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഹൈറ്റ് √2 എന്ന് കിട്ടി. ഈ 45ൻ്റെ ഓപ്പോസിറ്റ് √2, താഴെയും √2. ഇവിടുത്തെ എഴുതണമെന്നില്ല, കാരണം ഓൾറെഡി നമുക്ക് ബേസ് 4 ആണെന്ന് കിട്ടി. ഇനി അവിടെ √2 എന്ന് എഴുതുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് ഇതാണ് നോക്കേണ്ടത്. ഹൈറ്റ് ആയിരുന്നു. അപ്പോൾ ഏരിയ കാണാൻ ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാ. ബേസ് ആരാടാ? 4 ഇൻറ്റു ഹൈറ്റ് ആരാ? √2. ഓക്കെ, 4 ഇൻറ്റു √2 ഉത്തരം 4√2. ഏരിയ ആയതുകൊണ്ട് 4 സെൻറ്റിമീറ്റർ അല്ലേടാ? √2ഉം അതുകൊണ്ട് സെൻറ്റിമീറ്ററിലല്ലേ? അപ്പം 4 സെൻറ്റിമീറ്റർ ഇൻറ്റു √2 സെൻറ്റിമീറ്റർ. 4 ഇൻറ്റു √2 ആണ് 4√2. സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം 4√2 സെൻറ്റിമീറ്റർ സ്ക്വയർ. ബി പാർട്ട് പ്രോബ്ലം. അവിടെയും ഏരിയ കാണാനാണ്. ഏരിയ ഡിക്വേഷൻ ഇവിടുത്തെ പോലെ തന്നെ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാണ്. മക്കളെ, ബേസ് 4 ആണ്. ഹൈറ്റ് അറിയത്തില്ല. അവിടെയും ഇതേപോലെ താഴോട്ട് വരയ്ക്കുക. ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കുക. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 അല്ലേ? 90 60. അപ്പോൾ ഇവിടെ എത്ര വരും? 30 ഡിഗ്രി വരത്തില്ലേ? എടാ, 30 60 90 ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. ആ റൈറ്റ് ട്രയാങ്കിളിൽ 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് 2. അങ്ങനെയാണെങ്കിൽ 30യുടെയും 60യുടെയും ഓപ്പോസിറ്റ് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 30 60 90യിൽ ആർക്ക് ഓപ്പോസിറ്റ്?
90യുടെ ഓപ്പോസിറ്റ് 90ക്ക് ഓപ്പോസിറ്റ് 2 എങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് എന്ത് വന്നാലും അതിൻ്റെ പകുതിയാണ് ആരുടെ ഓപ്പോസിറ്റ് വരുന്നത്? 30യുടെ ഓപ്പോസിറ്റ് വരുന്നത്. 90യുടെ ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറയുന്നതാണ് 90യുടെ ഓപ്പോസിറ്റ് എന്ത് വന്നാലും അതിൻ്റെ പകുതിയാണ് 30യുടെ ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ എത്ര വരും? 2ൻ്റെ പകുതി 1. അടുത്ത് 30യിൽ നിന്ന് 60യിലേക്ക് പോകാൻ 60യിലേക്ക് പോകാൻ 30 to 60 എന്നുള്ള ഷിഫ്റ്റിംഗ് ആണ്. √3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പം 1നെ √3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 1 × √3 എടാ ഈ കിട്ടിയേക്കുന്നത് നമ്മുടെ ജനറൽ റേഷ്യോ ആണ്. 30, 60, 90 ആണെങ്കിൽ 1:√3:2 ആണ്. ആ ജനറൽ റേഷ്യോ ആണ് കിട്ടിയേക്കുന്നത്. അങ്ങനത്തെ ഒരു ചോദ്യം അവർ സെറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ 60ക്ക് ഓപ്പോസിറ്റ് എന്ത് വന്ന്? √3. 60 അതിൻ്റെ ഓപ്പോസിറ്റ് √3. ആ ഹൈറ്റാണ് നമുക്ക് വേണ്ടത്. കിട്ടി √3 എന്ന് കിട്ടി. മക്കളെ ഏരിയ ആണ് ഇക്വേഷൻ എന്തുവാ? ഏരിയ = ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നല്ലേ? ബേസ് ആരാടാ? 4 അല്ലേ? ഇൻറ്റു ഹൈറ്റ് ആരാടാ? √3 അല്ലേ? 4√3 എന്ന് പറഞ്ഞാൽ 4√3 സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ cm². ഇവിടെ ഇതേ ക്വസ്റ്റ്യൻ എക്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാം. ഇവിടെയും ചെയ്യാതെ ഇവിടെയും എക്സ് ഉപയോഗിച്ച് ചെയ്യാം. ഒരു സിമ്പിൾ മാർഗ്ഗമുണ്ട്. വേറൊരു മാർഗ്ഗം സിമ്പിൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഇഷ്ടമുള്ള മാർഗ്ഗം എടുക്കുക. നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു രീതി 30, 60, 90 അത് എഴുതിയതിന് ശേഷം നമ്മൾ 1:√3:2 എന്നല്ലേ റേഷ്യോ? 1:√3:2 1:√3:2 എല്ലായിടത്തും എക്സ് കൊടുക്കും. റേഷ്യോ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തിട്ട് കിട്ടുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് വാല്യൂ. അപ്പം എല്ലായിടത്തു നിന്നും ഒരേപോലത്തെ കട്ട് ചെയ്യുമ്പോഴാണ് റേഷ്യോ അങ്ങനെ ബാക്കി വരുന്നത്. ഇപ്പം 1x √3x 2x x എന്ന് കൊടുക്കുക. ശേഷം ക്വസ്റ്റ്യനിൽ 6 ഓപ്പോസിറ്റ് ഉള്ളതാണ് തന്നേക്കുന്നത്. 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ് എന്ന് പറഞ്ഞാൽ 90ക്ക് ഓപ്പോസിറ്റ് 2 ആണെന്ന് പറഞ്ഞാൽ 2x ആണ് 2. 90ക്ക് ഓപ്പോസിറ്റ് 2 ആണെന്ന് പറഞ്ഞാൽ 90ക്ക് ഓപ്പോസിറ്റ് 2 ആണെന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ട്. 90യുടെ ഓപ്പോസിറ്റ് 2. അതിൻ്റെ അർത്ഥം നമ്മൾ 90യുടെ നേരെ കൊടുത്തേക്കുന്നത് എന്തുവാ? 2x എന്ന 2x = 2. അങ്ങനെയാണെങ്കിൽ x = 2/2. 2/2 എത്ര? 1 അല്ലേടാ? അപ്പോൾ എക്സിൻ്റെ വില 1 ആണ്. എല്ലായിടത്തും 1 ഇട്ട് കൊടുക്കുക. 1 × x എന്ന് വെച്ചാൽ 1 × 1 1. √3 × x എന്ന് വെച്ചാൽ √3 × 1 √3. ആൻസർ 1 √3 2. അതാണ് നമുക്ക് ഇവിടെയും കിട്ടിയേക്കുന്നത്. അപ്പോൾ ഏരിയ കാണാൻ ഏരിയ = ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ ബേസ് 4 ആണ്. പിന്നെ 60ക്ക് ഓപ്പോസിറ്റ് √3 ആണ്. 4√3 cm². ഇതേപോലെ തന്നെ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോബ്ലം അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രോബ്ലം 45, 90 വരുന്ന പ്രോബ്ലവും അതുപോലെ ചെയ്യാൻ പറ്റും. ഇത് തുടച്ചിട്ട് വേണമെന്ന് പറയാം. മക്കളെ നോക്കിയാടാ. അപ്പോൾ 45, 90 ആണെങ്കിൽ ആ എക്സ് വെച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത്. 45, 90 വരുന്നിടത്ത് 45, 90 വന്ന റേഷ്യോ നമുക്കറിയാം. എങ്ങനെയാണ്? 1:1:√2 എന്നാ. 1:1:√2 റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലസ്റ്റ് ഫോമാണ്. അപ്പോൾ എല്ലായിടത്തും എക്സ് കൊടുക്കാം. എല്ലായിടത്തും എക്സ് കൊടുക്കുന്നു. 1x √2x. ക്വസ്റ്റ്യൻ 90ക്ക് ഓപ്പോസിറ്റ് ആണ് 2 എന്ന് തന്നിരിക്കുന്നത്. 90യുടെ താഴ്ഭാഗത്തായിട്ട് 2 എന്ന് കൊടുക്കുക. ബാക്കിയുള്ളതാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. എടാ 90യുടെ ഓപ്പോസിറ്റ് 2 ആണ്. നമ്മൾ ഇവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് തന്നാൽ 45 കാണാൻ /√2 എന്ന് ആലോചിക്കും. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ √2 90യുടെ ഓപ്പോസിറ്റ് 2 എന്ന് പറഞ്ഞാൽ √2x ആണ് 90യുടെ ആ ഭാഗത്ത് വരുന്ന റേഷ്യോ ആയിട്ടുള്ള വാല്യൂ. √2 ആണ്. √2x. അപ്പം 90ക്ക് ഓപ്പോസിറ്റ് ക്വസ്റ്റ്യനിൽ വന്നേക്കുന്ന 2 ആണ്. അതിൻ്റെ അർത്ഥം ഇത് തമ്മിൽ ഈക്വൽ ആണെന്ന്. √2x = 2. √2x 2 ആണെങ്കിൽ x = 2. ഈ √2 അപ്പുറത്ത് പോകുമ്പോൾ /√2 ഇത് ഇൻറ്റു ആണ്. അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും. x = 2നെ ഒന്ന് മാറ്റുകയാണ്. 2നെ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? √2 × √2. ഓക്കെ, /√2. √2 ക്യാൻസൽ. ഉത്തരം √2. എക്സിൻ്റെ വാല്യൂ √2. അപ്പോൾ 1 × എക്സിൻ്റെ സ്ഥാനത്തിൽ അതിന് √2 കൊടുക്കാൻ പോവാണ്. 1 × √2 ഉത്തരം √2. 1 × √2 ഉത്തരം √2. അപ്പോൾ എന്ത് കിട്ടി? 45ൻ്റെ ഓപ്പോസിറ്റ് √2 ആണെന്ന് നമുക്ക് കിട്ടി. ഹൈറ്റ് കിട്ടി √2. ഏരിയ കാണാൻ ഏരിയ = ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ആരാ മക്കളെ? 4 ആണ്. ഹൈറ്റ് ഇപ്പോൾ കിട്ടിയ √2 ആണ്. 4√2 cm². ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, 2 മെത്തേഡും പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എങ്ങനെയാണോ, നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ട് തോന്നുന്ന മെത്തേഡ് ഏതാണോ അത് വെച്ച് നിങ്ങൾ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം
കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ട്രയാങ്കുലറുടെ ഏരിയ ആണ്. നേരത്തെ പാരലോഗ്രത്തിൻ്റെ ഏരിയ ആണ്. 2 സബ് പാർട്ട് ചോദ്യം ഉണ്ടായിരുന്നു. ഇവിടെ 3 സബ് പാർട്ട് ചോദ്യമുണ്ട്. ശ്രദ്ധിക്കുക. ഇതിലൂടെ ചെയ്യുമ്പോൾ ഈ 3 ക്വസ്റ്റ്യനൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് 102, 103 പേജിലുള്ള ഫസ്റ്റ് പാർട്ടിൻ്റെ എക്സസൈസുകൾ കംപ്ലീറ്റ് ആവും. അത് നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, എടാ ഞാൻ നോക്കിയോ, ആംഗിൾ തന്നിട്ടുണ്ട് 30. അപ്പോൾ ആരെക്കണ്ട ഏരിയ കാണാനാണ്. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് BH എന്നല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഹാഫ് BH ആണ് അല്ലേ? ഇവിടെ എഴുതാം. ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന ഹാഫ് BH ആണ് നമ്മുടെ ഏരിയ. ഓക്കെ, അപ്പോൾ ബേസ് ഉണ്ട്, ഹൈറ്റ് ഇല്ല. ഹൈറ്റ് ആ ടോപ്പിൽ നിന്നും ട്രയാങ്കിളിൻ്റെ ആ ടോപ്പ് പോർഷനിൽ നിന്നും താഴേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനാണ് നമ്മൾ ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. വരയ്ക്കുമ്പോൾ ഇവിടെ എന്തായാലും എത്ര ഡിഗ്രിയാണ് വരുന്നത്? 90 അല്ലടാ. 30, 90, ബാക്കി എത്ര? ടോട്ടൽ 180 അല്ലേ വരേണ്ടത്. അപ്പോൾ 30, 90 വന്നാൽ ബാക്കി 60. അപ്പോൾ 30, 60, 90 വന്ന് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി. 90ക്ക് ഓപ്പോസിറ്റ് 2, 90ക്ക് ഓപ്പോസിറ്റ് 2. ഇതേ വരച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എക്സ് വെച്ചും അല്ലാതെയും ചെയ്യാം. ഇതേ 30, 60, 90 എക്സ് വെച്ച് ചെയ്യണമെങ്കിൽ ആ മെത്തേഡ് നിങ്ങൾ ആലോചിക്കുക. 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് എന്ത് വരുമോ അതിൻ്റെ പകുതിയാണ് 30യുടെ ഓപ്പോസിറ്റ് വരുന്നത്. 90ക്ക് ഓപ്പോസിറ്റ് 2 വന്നപ്പം 2ൻ്റെ പകുതി 1. 30, ഇനി 30 കിട്ടി. 30 60 എങ്ങനെയാണ് പോകുന്നത്? 30 to 60 ഒരു ഷിഫ്റ്റിംഗ് എങ്ങനെയാണ്? ഇൻറ്റു √3 അല്ലേ? അപ്പോൾ 1 × √3, ഉത്തരം √3. ഇത് നോർമൽ റേഷ്യോ തന്നെയാണ്. അപ്പോൾ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ബേസ് 3 ആണ്. ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? നോക്കിയത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 30ക്ക് ഓപ്പോസിറ്റ് ആണ്. 30ക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈറ്റ് നമ്മുടെ ഈ ഒരു ഫിഗറിൽ. അപ്പോൾ 1 ആണ്. ഓക്കെ, അപ്പം 1/2 ഇൻറ്റു 3 ഇൻറ്റു 1. ഇതേ 1 മുകളിൽ ആരൊക്കെ ഉണ്ട്? 1 × 3 × 1 3 താഴെ 2 എന്താണ്? സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ അല്ലേ? 3 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ. അപ്പം സെൻറ്റിമീറ്ററിൻ്റെ സെൻറ്റിമീറ്റർ സ്ക്വയർ 3/2 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെയും ഏരിയ ആണ്. ഇതേ ഇക്വേഷനാണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. ഇവിടെയും ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഉണ്ട്, ഹൈറ്റ് ഇല്ല. വരയ്ക്കുന്നു, സിമ്പിളായിട്ട് വരയ്ക്കാം. ഇതേ എത്ര വരും? ആംഗിള് 90. 60, 90 വന്നാൽ ഇവിടെ എത്രടാ? 30 അല്ലേ? 90ക്ക് ഓപ്പോസിറ്റ് 2. 90ക്ക് ഓപ്പോസിറ്റ് 2 വരയ്ക്കുക. പെട്ടെന്ന് വരച്ച് മാറ്റാം. എക്സിനെക്കാട്ടി സിമ്പിളായിട്ട് ചെയ്യാം. എക്സ് ചെയ്യുന്നതിനെക്കാട്ടി സിമ്പിളായിട്ട് ചെയ്യാം. അതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നെങ്കിൽ അത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ അതിൻ്റെ പകുതിയാണ് 30ക്ക് ഓപ്പോസിറ്റ് 1 ആണ്. 60 പോകാൻ ഇൻറ്റു √3. ഇപ്പം ഇത് √3. 1 × √3 ആണ് √3. അതിന് ഒരു ജനറൽ റേഷ്യോ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ജനറൽ റേഷ്യോ വരുന്നതല്ല, എപ്പോഴും വരുന്ന അല്ലാത്തതും വരും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അതുകൊണ്ടാണ് വേറെയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് ജനറൽ റേഷ്യോ വരുന്ന അല്ലാത്തതൊക്കെ ഫസ്റ്റ് പാർട്ടിലൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ അല്ലാതെ വെളിയിൽ നിന്ന് സാറ് കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ അകത്ത്. ഇതേ ഏരിയ കാണാൻ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് BH എന്നല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ആരാണ്? അത് 3. അതേ ബേസ് തന്നെ. ഹൈറ്റ് ശ്രദ്ധിക്കുക. 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളതായിരുന്നു നേരത്തെ ഹൈറ്റ്, അതുകൊണ്ട് 1. ഇവിടെ 30 അല്ല 60 ആണ്. 60ക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 60ക്ക് ഓപ്പോസിറ്റ് നോക്ക് √3 ആണ്. √3. അപ്പം √3 എന്നാണ് വരുന്നത്. ഓക്കെ, 1 × 3 ഇൻറ്റു √3. 3 × √3 വന്നാൽ ആദ്യം 3 എഴുതുക. 3√3 താഴെ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആ ഒരു 103-ാമത്തെ പേജിൽ ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ തേർഡ് പാർട്ട് ഇതോടുകൂടി ആ ഒരു ഫസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ആകുകയാണ് ചാപ്റ്ററിൻ്റെ. അപ്പോൾ നോക്കുക, അതെ 45 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഏരിയ കാണാനാണ്. ഏരിയ കാണാൻ ഹാഫ് BH. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മളൊരു വര വരയ്ക്കും. 90 ശ്രദ്ധിക്കുക. 90യും 45 ആണ്. അപ്പോൾ ബാക്കി എത്ര വരും? ഇവിടെ 45 വരും. 45, 90 45, 90 45, 90. മക്കളെ 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 45ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് കിട്ടിയാൽ പോരെ? 45ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് കാണാൻ 90 തന്നിട്ട് 45 കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ √2. 45 തന്നിട്ട് 90 കാണാൻ പറഞ്ഞാൽ ഇൻറ്റു √2. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരാൻ ഡിവൈഡഡ് ബൈ √2. അപ്പോൾ 2/√2 എന്ന് വരും. 2/√2 ചെറുതാക്കിയാൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതാണ്. 2നെ എങ്ങനെ മാറ്റാം? √2 × √2 താഴത്തെ √2 വരും. √2 കട്ടായാൽ ആൻസർ √2 ആണ്. √2 ഇവിടെയും √2. സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2/√2 എന്ന് വേണമെങ്കിൽ എഴുതി പ്രോബ്ലം ചെയ്യാം. തെറ്റൊന്നുമില്ല കേട്ടോ, അതൊന്നും പേടിക്കണ്ട.
ഏരിയ ഈക്വൽ ടു മക്കളെ ഹാഫ് ബി എച്ച് അല്ലേടാ, ഹാഫ് ഇൻറ്റു ബേസ് ആരാ, ബേസ് 3 ആണ്, ഇൻറ്റു ഹൈറ്റ് ആരാണോ മക്കളെ, ഹൈറ്റ് ഇപ്പം കിട്ടി 45 ഓപ്പോസിറ്റ് √2 ശ്രദ്ധിക്കുക. 1 × 3 × √2. അപ്പോൾ ഇവിടെ എന്ത് വരും, 3√2/2. 3√2/2 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതി നിർത്താം. വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3√2/2 മാറ്റുകയാണ്, √2 × √2 ക്യാൻസൽ. അപ്പോൾ ആൻസർ എത്ര, 3/√2 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് ഇവിടം വരെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും ആൻസർ 3/√2 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പോർഷനിൽ നിന്നുള്ള 2 പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പാർട്ടിൽ 2 സബ് പാർട്ടും രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യനിൽ 3 സബ് പാർട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ആയി.